ലോകം ഇരുട്ടിലായിരുന്നപ്പോൾ വെളിച്ചത്തിൻ്റെ വഴി കാണിച്ചു തന്ന തോമസ് ആൽവ എഡിസന്റെ ജന്മദിനമാണ് കേട്ടോ ഇന്ന്. നമ്മൾ അദ്ദേഹത്തെ കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നാണല്ലോ വിളിക്കാറ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു രഹസ്യം കൂടിയുണ്ട്. അത് കേവലം ബുദ്ധിയായിരുന്നില്ല, മറിച്ച് മുൻവിധികൾ ഇല്ലാത്ത ഒരു മനസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വിചിത്രമായ പരീക്ഷണം പറയട്ടെ. എഡിസന്റെ ലബോറട്ടറിയിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് ലോകത്തെ ഏതൊരു ശാസ്ത്രജ്ഞൻ്റെയും സ്വപ്നമാണ്. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂവിന് വേണ്ടി എത്തുന്നവർക്ക് എഡിസൺ ഒരു പരീക്ഷണം നൽകും. പക്ഷെ അത് നമ്മൾ പറയുന്ന പോലെ കണക്കോ സയൻസോ ഒന്നുമല്ല. അദ്ദേഹം അവർക്കൊരു ബൗൾ ചൂടുള്ള സൂപ്പ് കുടിക്കാൻ കൊടുക്കും. എഡിസൺ ദൂരെ മാറി നിന്ന് അവരെ നിരീക്ഷിക്കും. ചിലർ സൂപ്പ് കിട്ടിയ ഉടനെ അതിൽ ഉപ്പ് ചേർക്കും, മറ്റു ചിലർ അത് രുചിച്ചു നോക്കിയ ശേഷം മാത്രം ഉപ്പ് ചേർക്കും. ഇതിൽ ആദ്യം പറഞ്ഞ കൂട്ടരെ, അതായത് ഈ സൂപ്പ് രുചിച്ച് നോക്കുന്നതിന് മുൻപ് തന്നെ കുറച്ച് ഉപ്പ് ചേർത്തവരെ എഡിസൺ അപ്പോൾ തന്നെ പുറത്താക്കും. അവരെത്ര വലിയ റാങ്ക് ഹോൾഡർ ആണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടായിരുന്നു. ഒരിക്കൽ ഇതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ എഡിസൺ തന്നെ പറഞ്ഞു, അവർ ആ സൂപ്പ് രുചിച്ച് നോക്കിയിട്ടില്ല, അതിൽ ഉപ്പ് കുറവാണോ എന്നും അവർക്കറിയില്ല. പക്ഷേ അവർ ഒരു മുൻവിധി കാരണം അതിൽ കുറച്ച് ഉപ്പങ്ങ് ചേർത്തു. ജീവിതത്തെയും പരീക്ഷണങ്ങളെയൊക്കെ മുൻവിധിയോടുകൂടി സമീപിക്കുന്നവർക്ക് എൻ്റെ കൂടെ ഇടമില്ല എന്ന് പറഞ്ഞു എഡിസൺ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയല്ലേ? ഒരു കാര്യം ചെയ്തു തുടങ്ങുന്നതിന് മുൻപേ തന്നെ അത് നടക്കില്ല, അത് പറ്റില്ല എന്നൊക്കെ നമ്മളങ്ങ് മുൻവിധി കൽപ്പിക്കും. മറ്റുള്ളവർ പറയുന്ന മുൻവിധികൾ വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി. എഡിസൺ ബൾബ് കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ 1000 പരീക്ഷണങ്ങളധികം അദ്ദേഹം പരാജയപ്പെട്ടു കേട്ടോ. ലോകം മുഴുവൻ പറഞ്ഞു അത് അസാധ്യമാണെന്ന്. അദ്ദേഹം ആ മുൻവിധികൾക്ക് ചെവി കൊടുത്തെങ്കിലോ? ഈ ലോകത്ത് വൈദ്യുതിയിൽ നിന്നും വെളിച്ചം ലഭിക്കുമായിരുന്നോ? ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഇരുട്ടിൽ തന്നെ ആയിരുന്നെങ്കിലോ? അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനം എടുത്താലോ? മുൻവിധികളൊക്കെ മാറ്റിവെച്ച് കാര്യങ്ങളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. തോൽവികളെ പരീക്ഷണങ്ങളായി കാണാം. എഡിസൺ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രവർത്തനമില്ലാത്ത ദർശനം വെറും ദിവാസ്വപ്നമാണെന്ന്. ശരിയല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വലിയ സ്വപ്നങ്ങളുണ്ട്. പക്ഷേ അവ മനസ്സിൽ മാത്രം സൂക്ഷിച്ചാൽ മതിയോ? അതിനായി ഇറങ്ങിത്തിരിക്കണം. പരാജയപ്പെട്ടാലും വീണ്ടും ശ്രമിക്കണം. അതുകൊണ്ട് നമ്മുടെ ദർശനങ്ങൾ ദിവാസ്വപ്നങ്ങളായി മാത്രം മാറാതെ അവയെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കാം.